ഹലോ ചാപ്റ്റർ 5 ഫൺ വിത്ത് ഷേപ്സ് എന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം പാർട്ട് 1 വീഡിയോ അയച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. ആ വീഡിയോയിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മുതലാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. Triangle, triangle, so many triangle. What is common to all these things? എന്താണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള കാര്യം? എല്ലാത്തിൻ്റെയും ഷേപ്പ് സിമിലർ ആണല്ലേ? ഈ ഷേപ്പിന് പറയുന്ന പേരാണ് ട്രയാങ്കിൾ. They are triangular faces. Describe a triangle. നമുക്ക് ഒരു ട്രയാങ്കിളിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? Triangles have dash side. Side എന്ന് പറഞ്ഞാൽ 1, 2, 3. ഒരു ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ആണുള്ളത്? 3 sides. They have dash corners. ഇതാണ് ഒരു കോർണർ അല്ലേ? അപ്പൊ 1, 2, 3. 3 corners. അപ്പൊ ട്രയാങ്കിൾ ഒരു ഷേപ്പ് ആണ്. And they have 3 sides and 3 corners. Let's do. Draw and name some triangular objects that you see around you in your notebook. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളുടെ ചുറ്റിലും കാണുന്ന ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ ചിത്രം വരയ്ക്കുക. ഇതിന്റെ പേരാണ് സെറ്റ് സ്ക്വയർ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാം. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് പിസയുടെ ഒരു സ്ലൈസ് ആണ്, പിന്നെ ഒരു ഫ്ലാഗ്, പിന്നെ ഒരു ട്രാഫിക് ബോർഡ്. അങ്ങനെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക. കൗണ്ട് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾ ഇൻ ഗിവൻ രംഗോലി. ഇവിടെ 2 രംഗോലീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിക്കാം. ഫസ്റ്റ് 1, 2, 3, 4. 4 ആയല്ലേ? ഇനി 1, 2, 3, 4 പ്ലസ് 4. ഉള്ളില് 1, 2, 3, 4. ഇനി ഇതിൻ്റെ ഉള്ളില് 1, 2, 3, 4. ഇനി ഇതിനെ ഇങ്ങനെ 1 പിന്നെ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഒരു ട്രയാങ്കിൾ ആണ്. പിന്നെയും 1. ഇനി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കാം. 1. ഇനി ഇങ്ങനെ ഒരു ട്രയാങ്കിളും കൂടി വരയ്ക്കാം. പ്ലസ് 1. ഇപ്പോ ആകെ ടോട്ടൽ. ഇനി ഇതിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? പറ്റെങ്കിൽ അതും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 4 + 4 + 4 + 4 + 1 + 1 + 1 + 1 = 20 ട്രയാങ്കിൾസ് ആണ്. ഇനി അടുത്ത ചിത്രം. ആദ്യ ഉള്ളില് നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ 1, 2, 3, 4 പിന്നെ ചുറ്റുമുള്ള 4 എണ്ണം കൂടി. അപ്പൊ ടോട്ടൽ 8 ആണ് ഈ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇനി അതിന്റെ പുറത്ത് +4, അതിന്റെ ഔട്ടറിൽ വീണ്ടും 2, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെയൊന്ന് വലിയ ട്രയാങ്കിൾ അല്ലേ? അപ്പൊ അതേപോലെ 1, 2, 3, 4 4 സൈഡ് ഉണ്ടല്ലേ? അപ്പൊ ഓരോ സ്ഥലത്തും 3, 3, 3, 3. ഇനിയോ? ഇനി എങ്ങനെ വരയ്ക്കാം? ഇതില് ഇങ്ങനെ വലിയൊരു ട്രയാങ്കിൾ ഇവിടെ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ, പിന്നെ ഈ സൈഡിൽ ഒരു ട്രയാങ്കിൾ, ഈ സൈഡിൽ ഒരു ട്രയാങ്കിൾ. അപ്പോ 4 ആയി അല്ലേ? അപ്പോ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ടോട്ടൽ 32 ട്രയാങ്കിൾസ്. നിങ്ങളിത് എണ്ണി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഇതിൽ കൂടുതലാവാം, ചിലപ്പം കുറവാവാം. നമുക്ക് കിട്ടിയതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ എല്ലാവർക്കും അതൊരു ഹെൽപ്പ് ആയിരിക്കും. How many different triangles can be made using the dots on this circle? ഇതിൽ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാം? നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അതിന്റെ കൂടെ തന്നെ താഴേക്കും ട്രയാങ്കിൾ വരയ്ക്കാം കേട്ടോ. പിന്നെ അതിനെ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ഇനി ഈ എല്ലാ ട്രയാങ്കിളും വരയ്ക്കുന്ന സമയത്ത് ആദ്യം 2 എണ്ണം മാത്രമാവുമ്പം ഇവിടെ ഒരു ട്രയാങ്കിള്, ഇവിടെ ഒരു ട്രയാങ്കിള്, അതിനുശേഷം ഇപ്പൊ
1, 2, 3, 4 അങ്ങനെ കുറേ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചു നോക്കുക. നിങ്ങൾക്ക് എത്ര നമ്പറാണ് കിട്ടുന്നതെന്ന് ബോക്സിൽ എഴുതുക. നമുക്കിപ്പോൾ മെയിൻ 4 ട്രയാങ്കിൾസ് ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം 4 എന്ന് എഴുതുക. പക്ഷെ കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ വേണം നിങ്ങൾ എഴുതാൻ. Move 2 matchstick to turn the 1 triangle into 2 triangle. അതെ, ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. അതെങ്ങനെയാ വരച്ചിരിക്കുന്നത്? കുറെ മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇതില് 2 മാച്ച് സ്റ്റിക്കിനെ മാറ്റിയിട്ട് ഈ ട്രയാങ്കിളിനെ 2 ട്രയാങ്കിൾ ആക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഫസ്റ്റ് ഇമേജ് നോക്കുക. ഇനി സെക്കൻഡ് ഇമേജിൽ നമുക്കത് മാറ്റി നോക്കാം. ഇതിനെ ഇങ്ങോട്ട് മാറ്റി, ഇതിനെ ഇങ്ങോട്ട് മാറ്റി. ഇപ്പോഴോ ഇത് 2 സ്മോൾ ട്രയാങ്കിൾ ആയല്ലേ? സോ 2 സ്മോൾ ട്രയാങ്കിൾസ്. അടുത്ത ഷേപ്പാണ് സർക്കിൾസ്. സർക്കസ് വിത്ത് സർക്കിൾ. ഇവിടെ സർക്കസ്, നിങ്ങൾ സർക്കസ് കണ്ടിട്ടുണ്ടോ ഇതുവരെ? അപ്പൊ സർക്കസിന് പോയി കഴിഞ്ഞാൽ അറിയാം ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ സർക്കസ് വിത്ത് സർക്കിൾ. അപ്പൊ ട്രയാങ്കിൾ കഴിഞ്ഞു. അടുത്ത ഷേപ്പാണ് സർക്കിൾ. ലെറ്റ്സ് ഡിസ്കസ്. ഹാവ് യു ബീൻ ടു എ സർക്കസ്? നിങ്ങൾ ഇതുവരെ ഒരു സർക്കസ് കണ്ടിട്ടുണ്ടോ? വാട്ട് ഡസ് എ സർക്കിൾ look like? How is a circle different from a rectangle? Circle എന്ന് പറഞ്ഞ ഷേപ്പ് അതെങ്ങനെയാ ഉണ്ടാവുക? അതും റെക്റ്റാങ്കിളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത്? A circle is round with no edges or corners. സർക്കിളിന് എഡ്ജസോ കോർണേഴ്സോ ഒന്നും ഉണ്ടാവില്ല. While rectangle has 4 straight sides and 4 right angle corners. നമ്മൾ റെക്റ്റാങ്കിൾ പഠിക്കുമ്പോൾ പറഞ്ഞു അതിന് 4 സ്ട്രെയിറ്റ് സൈഡ്സും 4 റൈറ്റ് ആംഗിൾ കോർണേഴ്സും ഉണ്ട്. എന്നാൽ സർക്കിളിന് എഡ്ജസും കോർണേഴ്സും ഒന്നും ഉണ്ടാവില്ല. Let's do. Name some objects that are like circles. നിങ്ങളുടെ ചുറ്റുമുള്ള സർക്കുലർ ഷേപ്പിലുള്ള ഒബ്ജക്ട്സിന്റെ പേരുകൾ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റിന്റെ പേര് എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കോയിൻ, ക്ലോക്ക്, വീൽ, പ്ലേറ്റ്, അങ്ങനെ പലതരം സർക്കുലർ ഷേപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടല്ലേ? ഡ്രോ കളർഫുൾ സർക്കിൾ ടു കംപ്ലീറ്റ് ദ സർക്കസ് സീൻ. ഈ സർക്കസ് സീനിൽ കുറച്ച് ഡോട്ടഡ് ആയിട്ടുള്ള സർക്കിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്കെച്ച് പെൻ ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഫിഗർ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സെക്കൻഡ് ഇമേജിന് വേറെ കളർ കൊടുക്കാം. തേർഡ് സർക്കിളിന് വേറെ കളർ കൊടുക്കാം. ഡ്രോ സർക്കിൾ ബൈ ട്രേസിംഗ് ബോട്ടിൽ ക്യാപ്സ്, ബാംഗിൾസ് ആൻഡ് റിംഗ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എങ്ങനെയൊക്കെ സർക്കിൾ വരയ്ക്കാം? സർക്കിളായിട്ട് ഏതെങ്കിലും ഒബ്ജക്റ്റിനെ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും പെൻസിൽ ഉപയോഗിച്ച് വരച്ച് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സർക്കിൾ കിട്ടും അല്ലേ? അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പോ ബാംഗിൾസോ റിങ്സോ ഒക്കെ ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ സർക്കിൾ വരയ്ക്കാം. Children are playing a game. They have made a circle on the ground. Have you played any game where you need to draw a circle? നിങ്ങൾ നിലത്ത് വലിയ സർക്കിൾ വരച്ചിട്ട് എന്തെങ്കിലും കളികൾ കളിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ? ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാ, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാ. ട്രൈ ടു മേക്ക് എ സർക്കിൾ ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ടിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഒരു വടിയോ സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിലത്ത് അങ്ങനെ സർക്കുലർ ഷേപ്പിൽ വരയ്ക്കാം. ഇവിടെ കുറെ കുട്ടികളുണ്ട്. അവരെന്താ സംസാരിക്കുന്നത്? What are you doing with the paper plate? I am folding the plate in half. ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പേപ്പർ പ്ലേറ്റ് ഉണ്ട്. അവരതിനെ രണ്ടായിട്ട് ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. എങ്ങനെ ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യുക? ഇതൊരു പേപ്പർ പ്ലേറ്റ് ആണല്ലേ? Open it up. See, I got a straight line going through the circle. I made it red. എന്താ സംഭവിച്ചത്? അവരതിനെ ഓപ്പൺ ചെയ്തു. വീണ്ടും മടക്കിയ പേപ്പർ പ്ലേറ്റിനെ വീണ്ടും ഓപ്പൺ ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? അതിന്റെ നടുക്ക് കൂടി അവർക്ക് ഒരു ലൈൻ കിട്ടി. അവിടെ അവരൊരു റെഡ് ലൈൻ വരച്ചു കൊടുത്തു. നിങ്ങളും ഇതേപോലെ ഒരു പേപ്പർ സർക്കുലർ ആയിട്ടുള്ള പേപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള ഒരു പേപ്പറിന്റെ കട്ടിങ്ങോ ഒക്കെ നന്നായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പം അതിലൂടെ ഒരു ലൈൻ കാണാം. I made other folds and made line blue. ഇവിടെ താഴെ കാണും പോലെ സെന്ററിലൂടെ അല്ലാതെ മുകളിലും താഴെയൊക്കെ ആയിട്ട് പിന്നെ മടക്കുകൾ കൂടി മടക്കി കൊടുത്തു. അപ്പൊ അവർക്ക് വീണ്ടും ലൈൻസ് കിട്ടി.
ദേ ആർ നോട്ട് ആസ് ലോങ് ആസ് ദ റെഡ് ലൈൻ. അപ്പൊ അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് എന്താണ്? ചുറ്റുമുള്ള ബാക്കി ലൈൻസ് ഒന്നും റെഡ് ലൈനിന്റെ അത്രയും വലുതല്ല. അപ്പൊ റെഡ് ലൈൻ ആണ് ഏറ്റവും വലിയ ലൈൻ. ലെറ്റ് മീ ഫോൾഡ് അനദർ ഹാഫ് ആൻഡ് സീ വാട്ട് ഇറ്റ് ഹാപ്പൻസ്. അപ്പോ ഇപ്പൊ ഇങ്ങനെയാണല്ലേ മടക്കിയത്. ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വേറെ രീതിയിൽ ഹാഫ് ആയിട്ട് ഒന്നുകൂടി ഈ കുട്ടി മടക്കുകയാണ്. യു ഗെറ്റ് ടു സ്ട്രേറ്റ് ലൈൻ ആൻഡ് ദേ മീറ്റ് അറ്റ് എ പോയിന്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മടക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ലൈൻ കിട്ടി. അതിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് സ്ട്രേറ്റ് ലൈൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യാണ്. ഈസ് ദാറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ? അതെ, സർക്കിളിന് ഒരു സെന്റർ പോയിന്റ് ഉണ്ടാവും. രണ്ട് സ്ട്രേറ്റ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന അതിന്റെ കറക്റ്റ് ഹാഫ് ആയിട്ട് മടക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ മടക്കുമ്പോൾ അതിന് കിട്ടുന്ന മീറ്റിംഗ് പോയിന്റ്, അതിനാണ് സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. എവിടെയാണ് സെന്റർ? ഈ ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് ദ സർക്കിൾ. Let's take a paper plate and fold it in half the same way as the children did. The point where the lines meet is the center of the circle. എന്നിട്ട് നേരത്തെ കുട്ടികൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ സർക്കിളിന്റെ സെന്റർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. Make some puppets using circular shape and play with them. ഇവിടെ കണ്ടോ, ഫിംഗേഴ്സിൽ പപ്പറ്റ്സ് ഉണ്ടാക്കി കളിക്കുകയാണ്. ഇതുപോലെ സർക്കുലർ ഷേപ്സ് ഉള്ള പേപ്പർ ഉപയോഗിച്ച് പല പല പപ്പറ്റ്സ് ഉണ്ടാക്കി നിങ്ങൾക്കും കളിക്കാം. Let's do. Look at these two shapes and discuss their similarities and differences. Take the appropriate word. ഇവിടെ രണ്ട് ഷേപ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇതിനെ സംബന്ധിച്ച് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കാം. ഈ കുട്ടി പറയാ, both the square and triangle have straight edges. ഇത് എഡ്ജ് ആണല്ലേ, അപ്പൊ രണ്ടിനും സ്ട്രെയിറ്റ് ആയിട്ടുള്ള എഡ്ജസ് ഉണ്ട്, അത് കറക്റ്റ് ആണ്. ഇനി their corners are, രണ്ടിന്റെയും കോർണേഴ്സ് സെയിം ആണോ? അല്ല, ഇത് റൈറ്റ് ആംഗിൾ കോർണർ ആണ്. ഇത് അതിനേക്കാളും ചെറിയ കുറച്ചുകൂടി തിൻ ആയിട്ടുള്ള കോർണർ ആണ്. അപ്പൊ അത് രണ്ടും സെയിം അല്ല അല്ലെ, ഡിഫറെന്റ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് ഈസ്, ഇതിന്റെ രണ്ടിന്റെയും നമ്പർ ഓഫ് സൈഡ്സ് സെയിം ആണോ? അല്ല, സ്ക്വയറിന് 1 2 3 4 4 സൈഡ് ഉണ്ട്. ട്രയാങ്കിളിനോ 1 2 3 ഓൺലി 3 സൈഡ് ഉള്ളൂ. അപ്പോ നമ്പർ ഓഫ് സൈഡ് ഇസ് ഡിഫറെന്റ്. Choose any pair of shapes, share the similarities and differences in these shapes with your friends. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ഇതിൽ ഏതെങ്കിലും രണ്ട് ഷേപ്പ് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിന്റെ സിമിലാരിറ്റീസ് ഏതൊക്കെയാണ്, ഡിഫറൻസസ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ എല്ലാത്തിന്റെയും സിമിലാരിറ്റി എന്താണ്? ഇതിന്റെ എഡ്ജസ് ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ, ഇതിന്റെ സൈഡുകളൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ അതിന്റെ ആംഗിൾസ് എല്ലാം ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സും ഡിഫറെന്റ് ആണ്. Find the largest rectangle in this shape. റെക്റ്റാങ്കിൾ, ഇവിടെ തന്നിരിക്കുന്ന ഇറഗുലർ ഷേപ്സിന്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന്. ഫസ്റ്റ് ഇമേജിൽ വരച്ചിരിക്കുന്നത് കണ്ടോ, ഇതുപോലെ മറ്റ് ഷേപ്സിന്റെ ഉള്ളിൽ നമുക്ക് റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. അതിൽ ലാർജസ്റ്റ് റെക്റ്റാങ്കിൾ ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സെക്കൻഡ് ഇമേജിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു നോക്കാലോ. ഇതിനേക്കാളും വലിയ റെക്റ്റാങ്കിൾ ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യണം കേട്ടോ. ഈ തേർഡ് ഇമേജിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഫോർത്ത് ഇമേജിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. I made one triangle, then I made another row of triangle. ഇവിടെ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു, എന്നിട്ടോ അതിന്റെ അടിയിൽ ഒരു റോ ഓഫ് ട്രയാങ്കിളും കൂടി കൊടുത്തു. How many triangles are there in the second figure? ആദ്യത്തെ ഫിഗറിൽ ഒരു ട്രയാങ്കിൾ ആണുള്ളത്. ഇനി അതിന്റെ അടിയിൽ ഒരു റോം കൂടി കൊടുത്തു കഴിഞ്ഞപ്പോ എത്ര ട്രയാങ്കിൾ ആയി? 1 2 3 4, പിന്നെ ഈ വലിയൊരു ട്രയാങ്കിളും. അപ്പൊ ടോട്ടൽ 5 ട്രയാങ്കിൾസ് ഉണ്ട്. ഇഫ് ഐ മേക്ക് വൺ മോർ റോ, ഇതിന്റെ അടിയിൽ ഒരു റോം കൂടി കൊടുത്താൽ ഹൗ മെനി ട്രയാങ്കിൾ വിൽ ബി there in the third figure? നമുക്ക് തേർഡ് ഫിഗർ ഇതിൽ തന്നെ തൽക്കാലം വരച്ചു നോക്കാം.
താഴെ ഒരു റോവും കൂടി കൊടുത്തു. ഇപ്പോ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 പിന്നെ 10 പിന്നെ 11 12 ഇനി വലിയ ട്രയാങ്കിൾ അല്ലേ 13 ട്രയാങ്കിൾസ് ആണ് കിട്ടുന്നത്. Here are some rectangles that are torn. How many square pieces have been torn from each shape? ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഷേപ്പിൽ നിന്നും ചെറിയ പോർഷൻ മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര കുഞ്ഞു സ്ക്വയർ പീസസ് ആണ് ഓരോ ഷേപ്പിൽ നിന്നും മുറിച്ചു കളഞ്ഞത് അതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ഇമേജ് നമ്മൾ ഇവിടെ ചെയ്ത് നോക്കാം. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. എങ്ങനെയാ ഇവിടെ ചെയ്യുക? ഇതിനെ ഒരു റെക്റ്റാങ്കിൾ ആക്കി വരയ്ക്കാം നമുക്ക്. ഈ ലൈൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പൊ ഒരു വലിയ റെക്റ്റാങ്കിൾ ആയല്ലേ. അപ്പൊ എത്ര പീസസ് ആയിരുന്നു ഇവിടെ കളഞ്ഞു പോയിരുന്നത്? 1 2 3 ഇത്രയും സ്ക്വയർ ഇതിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇമേജിൽ നിന്നും 3 പീസസ് പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ബാക്കിയുള്ള ഇമേജും നിങ്ങൾ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരച്ച് ഓരോ ഇമേജിൽ നിന്നും എത്ര സ്ക്വയർ വീതം പോയിരുന്നു എന്ന് കണ്ടുപിടിക്കാം. Each of these shapes can be odd one out. How is each one odd? Discuss. ഇവിടെ 4 ഷേപ്പ് തന്നിട്ടുണ്ട്. ഈ 4 ഷേപ്പും ഇതിൽ ഓഡ് ആവുന്നുണ്ട്. എങ്ങനെയാണത്? ഓക്കെ, ഫസ്റ്റ് ഇമേജ് എങ്ങനെയാണ് ഓഡ് വൺ ഔട്ട് ആവുക? എല്ലാ ചിത്രവും പൂർണ്ണമായിട്ടും ഉള്ളിൽ നിന്ന് ഒന്നും മുറിച്ചു കളയാതെ ഫുൾ ആയിട്ടുള്ള ഇമേജ് ആണ്. ബട്ട് ഇതില് നടുക്കുന്ന ഒരു സർക്കിള് മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഹോളോ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അങ്ങനെയാണ് ഫസ്റ്റ് ഇമേജ് ഓഡ് വൺ ഔട്ട് ആവുന്നത്. ഇനി സെക്കൻഡ് വണ്ണോ? ബാക്കി എല്ലാത്തിനും ഒരേ ഹൈറ്റ് ആണ്. കണ്ടില്ലേ, ഒരേ ഹൈറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ്. ഇത് മാത്രം ചെറുതാണ്. അപ്പോൾ സെക്കൻഡ് വണ്ണ് അങ്ങനെയാണ് ഓഡ് വൺ ഔട്ട് ആവുന്നത്. ഇനി തേർഡ് വണ്ണോ? ബാക്കി 3 ഇമേജസിനും 4 സൈഡ്സ് അല്ലെങ്കിൽ 4 സൈഡ്സ് ഉണ്ട്. എന്നാൽ ഈ ഒരു ഇമേജിന് മാത്രം 3 സൈഡ്സേ ഉള്ളൂ. ഇനി നാലാമത്തെ ഇമേജോ? നാലാമത്തെ ഇമേജ് വലിയ ഒരു സ്ക്വയർ ആണ്. എന്നാൽ ഈ സ്ക്വയറിൽ ഒരു സർക്കിളും ഒന്നുമില്ല. വലിയ ഒരു ഫുൾ ആയിട്ടുള്ള സ്ക്വയർ ആണ്. അങ്ങനെ ഓരോ ഇമേജും ഓരോ രീതിയിൽ നമുക്ക് ഓഡ് വൺ ഔട്ട് ആയിട്ട് കാണിക്കാം. To complete the rectangle, pick the appropriate shape from the left side to fill the gap in the shape on right side. ഈ റൈറ്റ് സൈഡ് ഇവിടെയൊക്കെ ഇവിടെ നിന്ന് ഓരോ ഷേപ്പ് എടുത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റെക്റ്റാങ്കിൾ ആയി മാറും. ഇപ്പൊ ഇത് റെക്റ്റാങ്കിൾ അല്ല അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഏത് ഷേപ്പാണ് എടുക്കേണ്ടത് ടിക്ക് ചെയ്യണം. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് വളരെ ഈസിയാണ്. ഏത് ഷേപ്പ് എടുക്കാം? ഇതെടുക്കാം അല്ലേ. ഇതെടുത്ത് ഇവിടെ കൊടുക്കാം. അതുപോലെ ഇതെടുത്ത് ഇവിടെ കൊടുക്കാം. പിന്നെ ഇത് 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 ഒക്കെ എടുത്തിട്ട് ഈ ഗ്യാപ്സിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയ റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. Draw 2 lines to split the shape into 3 triangles. ഈ ഒരു ഷേപ്പിന് 2 ലൈൻസ് കൂടി വരച്ചിട്ട് 3 ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റുമോ നോക്കണം. എങ്ങനെയാ? 1 2 ഇങ്ങനെ 2 ലൈൻ വരച്ചാൽ ഈ ഒരു ഷേപ്പ് 1 2 3 എന്ന 3 ട്രയാങ്കിൾസ് ആയിട്ട് മാറും. ഇനി draw 1 line to split the shape into 3 triangles. ഈ തന്നിരിക്കുന്ന ഷേപ്സിനെ ഒരു ലൈൻ കൊടുത്തിട്ട് 3 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒരു ലൈൻ കൊടുത്താൽ 1 2 3 ഇപ്പൊ 3 ട്രയാങ്കിൾസ് ആയല്ലേ. Make the following shape with different sizes and orientation in your notebook. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ബുക്കിൽ ചെയ്ത് നോക്കണം. ഒരു ട്രയാങ്കിളിനെ പല സൈസിൽ വരയ്ക്കുക. അതായത് സ്മോൾ, ലാർജ്, അതിനേക്കാളും വലുത്. പിന്നെ ഡിഫറെന്റ് ഓറിയന്റേഷൻ. ഇപ്പൊ ഇങ്ങനെ വരച്ചതിന് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ആക്കുക, അതിനെ താഴേക്ക് ആക്കുക. ഇതിൻ്റെയൊക്കെ ഒരു കോർണേഴ്സ് ഒക്കെ മാറി മാറി വരുന്നത് പോലെ. ഇതേപോലെ പല സൈസിലുള്ളതും പല ഡയറക്ഷനിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഷേപ്സ് വേണം വരയ്ക്കാൻ. റെക്റ്റാങ്കിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വലിയ റെക്റ്റാങ്കിൾ, ചെറിയ റെക്റ്റാങ്കിൾ, അതിന് അതിന്റെ ഓറിയന്റേഷൻ മാറിയ റെക്റ്റാങ്കിൾ, ഇനിയും കൂടുതൽ വരയ്ക്കാം.
സർക്കിൾ നിങ്ങൾക്ക് ഓറിയന്റേഷൻ മാറ്റാൻ പറ്റില്ല. എങ്ങനെ വരച്ചാലും ഒരേ ഡയറക്ഷനിലായിരിക്കും സർക്കിൾ ഉണ്ടാവുക. എന്നാൽ അതിന്റെ സൈസ് മാറ്റാം. ചെറിയ സർക്കിൾ, വലിയ സർക്കിൾ. പിന്നെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിനെയും ഇങ്ങനെ തിരിച്ചും മറിച്ചും വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. Doors, dots, lines. Look at the flower decoration. So many lines and curves. പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഡെക്കറേഷൻ ആണ്. അതിൽ കുറേ ലൈൻസും കേർവ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പേജിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇതിലൊക്കെ പലതരത്തിൽ ഡിസൈൻ ആയിട്ട് ലൈൻസും കേർവ്സും ഒക്കെ വരച്ചിട്ടാണ് ഭംഗിയുള്ള പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. My grandma's saree have beautiful line borders. ഗ്രാൻഡ്മയുടെ സാരിയാണത്. അതിന്റെ ലൈൻ ബോർഡേഴ്സ് എങ്ങനെയാ? നല്ല ഭംഗിയുള്ള ലൈൻസും കേർവ്സും ഡോട്ട്സും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയ പാറ്റേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. Try to make your own border design using both curved and straight line. നേരത്തെ കണ്ട പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ വരയ്ക്കുക. ആൻഡ് ഓൾസോ കണ്ടിന്യൂ ദ ഫോളോയിങ് ലൈൻ പാറ്റേൺ. അവരിവിടെ ഒരു ലൈൻ പാറ്റേൺ തന്നിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് വരച്ചിരിക്കുന്നത് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് വരയ്ക്കുക. Tangram. Use the pieces from the tangram puzzle given in the end of the book. Can you create these shapes using some of the pieces? ഈ ഒരു പസിൽസ് നിങ്ങളുടെ ബുക്കിൽ തന്നിരിക്കുന്ന പസിൽസ് വെട്ടിയെടുത്തിട്ട് അല്ലെങ്കിൽ വേറൊരു പേപ്പറിൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തിരിക്കുന്ന ഷേപ്സ് ഉണ്ടാക്കുക. എന്നിട്ട് ആ ഷേപ്സ് ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ 5th ചാപ്റ്റർ ഇവിടെ കഴിയാണ്. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.